മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു പാഠമാണ് നമ്മളിപ്പം പഠിക്കുന്നത്, അറിയാലോ. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന ഈ രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് ഈ പാഠം നമുക്ക് അവസാനിപ്പിക്കാം. Today I like to discuss with you about the last part of this chapter, particularly about nominal GDP and real GDP. എന്താണ് നോമിനൽ ജി ഡി പി, എന്താണ് റിയൽ ജി ഡി പി, എന്താണ് പണാത്മകമായിട്ടുള്ള ജി ഡി പി, എന്താണ് യഥാർത്ഥ ജി ഡി പി, ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അതിനു മുമ്പേ എന്തായിരുന്നു ജി ഡി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓർ ജി ഡി പി റെഫേഴ്സ് ടു ദി ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് in the domestic territory of a country during an accounting year. അല്ലേ? ഒരു രാജ്യത്ത്, അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മൊത്തം അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണപരമായ മൂല്യമാണ് ആ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആണല്ലോ? എങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് product is equal to the price into quantity of goods produced in an economy during a year. അല്ലേ? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളെ അതിൻ്റെ വില കൊണ്ട് ഗുണിച്ച തുക എത്രയാണോ പ്ലസ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷത്തിൽ എത്രമാത്രം സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ അതിനെ അതിൻ്റെ വില കൊണ്ട് ഗുണിക്കുക. ഒരു വർഷത്തിൽ എത്രമാത്രം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെ അതിൻ്റെ വില കൊണ്ട് ഗുണിക്കുക. ഇതിൻ്റെ ആകെ തുകയായിരിക്കും ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മൊത്തം അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണപരമായ മൂല്യം. അല്ലേ? സോ ജി ഡി പി ഈസ് ഈക്വൽ ടു price into quantity of goods produced in an economy during a year plus price into quantity of services produced in an economy during a year. ആണല്ലോ? ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. കഴിഞ്ഞ വർഷം, അതായത് 2019 ഇന്ത്യ പ്രൊഡ്യൂസസ് 100 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ്സ്. കഴിഞ്ഞ വർഷത്തിൽ 2019 ഇന്ത്യ പ്രൊഡ്യൂസസ് 100 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ്സ്. നമ്മൾ 100 പാക്കറ്റ് ബ്രെഡ് മാത്രമേ ഇവിടെ 2019 ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ എന്ന് കരുതുക. ആൻഡ് ദ പ്രൈസ് ഓഫ് ബ്രെഡ് പെർ പാക്കറ്റ് ഈസ് ₹15. 2019 ഒരു പാക്കറ്റ് ബ്രെഡിൻ്റെ വില എത്രയാണ്? 15 രൂപയാണ്. എങ്കിൽ 2019 ഇന്ത്യയിലെ ജി ഡി പി എത്രയായിരിക്കും? ക്വാണ്ടിറ്റി ഓഫ് ബ്രെഡ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു പ്രൈസ് ഓഫ് ബ്രെഡ്. അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടായിരിക്കും? 1500 rupees ഈസ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ്ഡ്. അല്ലേ? ഇൻ ദ ഇയർ 2019. ശരിയാണല്ലോ? ഇനി നോക്കുക, ഈ വർഷം, അതായത് 2020 ദേശീയ വരുമാനം ജി ഡി പി നമുക്ക് കണ്ടെത്തണം. 2020 ഇന്ത്യ 110 പാക്കറ്റ് ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചു എന്ന് വിചാരിക്കുക. സോ ഇൻ ദിസ് ഇയർ, ഇൻ ദ ഇയർ ഓഫ് 2020 ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് 110 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ്. അല്ലേ? അപ്പം 2020 ഇന്ത്യ 110 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സപ്പോസ് ദ പ്രൈസ് ഓഫ് ബ്രെഡ് ഹാസ് ഗോൺ അപ്പ് ബൈ ₹30 ഇൻ ദിസ് ഇയർ. ഈ വർഷത്തിൽ ബ്രെഡിന് വില വർദ്ധിച്ചിട്ടുണ്ട്. വില ഇപ്പം എത്രയായിട്ടുണ്ട്? നൗ ദ പ്രൈസ് ഓഫ് ബ്രെഡ് ഈസ് ₹30. അല്ലേ? 2020 ജി ഡി പി നമുക്ക് കണക്കാക്കണമെങ്കിൽ 2020 ഇന്ത്യ എത്രമാത്രം സാധനം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വില എത്രയുണ്ട് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലേ? സോ ഹിയർ വി വിൽ ഗെറ്റ് 0,033. 3,300 rupees is the gross domestic produced in India in the year of
2020. ഇതാണ് 2020 നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. എത്രയാണ്? 3300 രൂപ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള 3300 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോമിനൽ GDPയിലാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നോമിനൽ GDP? പണാത്മകമായിട്ടുള്ള GDP എന്ന് പറഞ്ഞാൽ എന്താണ്? Nominal GDP refers to the total money value of all final goods and services produced in an economy during a year at current prices, at the prevailing market prices. എന്താണ് പണാത്മകമായിട്ടുള്ള GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മൊത്തം അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണപരമായ മൂല്യമാണ്. പക്ഷേ അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം മാർക്കറ്റിൽ എത്രയാണോ സാധനങ്ങളുടെ വില അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഗ്രോസ് ഡൊമസ്റ്റിക് പറയുന്നത് എങ്കിൽ, GDP പറയുന്നതെങ്കിൽ അത് നോമിനൽ GDP ആണെന്ന് മനസ്സിലാക്കുക, പണാത്മകമായ GDP ആണെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ 2019 100 പാക്കറ്റ് ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന GDP എത്രയായിരുന്നു? 1500 രൂപയുടേത് ആയിരുന്നു. എന്നാൽ 2020 100ന് പകരം ഇവിടെ എത്ര ഉണ്ടാക്കുന്നുണ്ട്? 110 ബ്രെഡ് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ GDP എത്രയായി മാറിയിട്ടുണ്ട്? 3300 ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ നോക്കുമ്പോഴേക്കും നമുക്ക് തോന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ 2019 എത്രയോ കൂടിയിട്ടുണ്ട് 2020 നമ്മുടെ GDP എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ 1500 3300 വന്നപ്പോൾ ഇരട്ടിയായി എന്നൊക്കെ നമുക്ക് തോന്നും. അത്ര ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും 100ന് പകരം ഇവിടെ എത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ? ആകെ 10 യൂണിറ്റ് ബ്രെഡ് മാത്രമേ 2020 നമ്മളിവിടെ ഉൽപ്പാദനത്തിൽ വർധനവ് വരുത്തിയിട്ടുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോമിനൽ GDP പ്രകാരം നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുകയാണ് എങ്കിൽ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിലുള്ള വളർച്ച കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുമോ? വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തെ നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം നോമിനൽ GDP നോക്കിയത് കൊണ്ട് വിലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാജ്യത്തിലുള്ള യഥാർത്ഥത്തിൽ എത്രമാത്രം ദേശീയ വരുമാനമുണ്ട്, യഥാർത്ഥത്തിൽ ഇവിടെ എത്രമാത്രം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്, ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് പറ്റിയിട്ടുണ്ട്, ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അത് പറ്റണമെങ്കിൽ നമുക്ക് വിലയിലുള്ള മാറ്റത്തെക്കുറിച്ചിട്ട് അറിയണം അല്ലേ? ആ ചേഞ്ച് എത്രയാണ്, വിലയിലുണ്ടായിട്ടുള്ള മാറ്റം എത്രയാണ്, ഇതറിഞ്ഞെങ്കിൽ നമുക്കറിയാം രാജ്യത്തെ ദേശീയ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ, ശരിക്കും വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ രാജ്യത്തെ ദേശീയ വരുമാനം ബേസ് ഇയർ പ്രൈസിൽ അല്ലെങ്കിൽ ഫിക്സഡ് പ്രൈസിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസിൽ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അത് നോക്കാം. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് എൻ ഇക്കോണമി ഇൻ ടേംസ് ഓഫ് നാഷണൽ ഇൻകം we have to measure it on the basis of constant prices അല്ലേ? ഒരു രാജ്യത്തിലെ ഇപ്പോഴുള്ള അവസ്ഥ, കറണ്ട് പൊസിഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് എത്രമാത്രം സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ അതിനെ ബേസ് ഇയർ പ്രൈസ് കൊണ്ട് ഗുണിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഇക്കോണമിയിൽ, ദേശീയ വരുമാനത്തിൽ, GDPയിൽ എന്ത് മാറ്റമാണ്, എത്രയാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് 2019 വില നമുക്ക് ബേസ് ഇയർ പ്രൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം 2019 ബ്രെഡിൻ്റെ വില എത്രയായിരുന്നു? ₹15. ₹15 ഈസ് ദി ബേസ് ഇയർ പ്രൈസ്. ഓക്കെ, 2020 ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചിരുന്ന ബ്രെഡുകളുടെ യൂണിറ്റ് എത്രയായിരുന്നു? 110 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ് ഇന്ത്യ ഹാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ഓഫ് 2020 അല്ലേ? അപ്പോൾ 2020 ഇന്ത്യയിലുള്ള യഥാർത്ഥ GDP എത്രയാണ് എന്നാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള 2020 ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി 110 യൂണിറ്റ് ബ്രെഡ് ഇൻറ്റു ബേസ് ഇയർ പ്രൈസ്. ബേസ് ഇയർ പ്രൈസ് എത്രയാണ്? ₹15. ദ റിസൾട്ട് ഈസ് ഈക്വൽ ടു
1650 rupees. ഓക്കെ, 2020 ഇന്ത്യയിലെ യഥാർത്ഥ ജി ഡി പി, റിയൽ ജി ഡി പി എത്രയേ ഉള്ളൂ? 1650 ഉള്ളൂ ഇല്ലേ? നേരത്തെ നമുക്ക് എത്ര കിട്ടിയിരുന്നു? 110 പാക്കറ്റ്സ് ഓഫ് ബ്രെഡിനെ ഈ വർഷത്തെ കറണ്ട് വില ആയിരുന്ന 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3300 രൂപ ജി ഡി പി ആയി നമുക്ക്, നോമിനൽ ജി ഡി പി ആയി നമുക്ക് ലഭിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അത്രമാത്രം വർധനമുണ്ടായിട്ടുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ജി ഡി പി നമുക്ക് അറിയണമെങ്കിൽ ഈ വർഷത്തെ ക്വാണ്ടിറ്റിയെ, കറണ്ട് ക്വാണ്ടിറ്റിയെ ബേസ് ഇയർ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എത്രയാണ് ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ 1650 രൂപയാണ്. ഓക്കെ, അപ്പം 2019 ഇവിടെ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 100 × 15 = 1500 രൂപയാണ് 2019 ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട്? 150 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഇവിടെ 10 യൂണിറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. 10 × 15 150 രൂപ. അതാണ് ഇവിടെ വന്നിട്ടുള്ള വർധനവ് അല്ലേ? ഇനി എന്താണ് റിയൽ ജി ഡി പി അഥവാ യഥാർത്ഥ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ജി ഡി പി refers to GDP at constant prices. Real GDP refers to GDP at constant prices or GDP at base year price. GDP at constant price or GDP at base year price is called as real GDP. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യഥാർത്ഥ ജി ഡി പി എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കറിയാം, ഓരോ രാജ്യവും എല്ലാ വർഷവും വിവിധ അളവിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇല്ലേ? പക്ഷെ ഇവിടെ ഓരോ വർഷത്തിലും സാധനങ്ങളുടെ വിലയിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സാധനങ്ങളുടെ വിലയിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ വിലയിലെ മാറ്റത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കണം. അതെങ്ങനെയാണ് ലഭിക്കുക എന്ന് നോക്കാം. ഓക്കെ, വിലയിലുണ്ടായ മാറ്റം എത്രയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജി ഡി പി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം വിലയിലുള്ള മാറ്റം നമുക്ക് അറിയണമെങ്കിൽ നോമിനൽ ജി ഡി പിയുടെയും റിയൽ ജി ഡി പിയുടെയും അനുപാതം, റേഷ്യോ കണ്ടാൽ മതി. ഇതിനെയാണ് ഇക്കണോമിക്സിൽ ജി ഡി പി ഡീഫ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ജി ഡി പി ഡീഫ്ലേറ്റർ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന്. ജി ഡി പി ഡീഫ്ലേറ്റർ പ്രകാരം വിലയിലുള്ള മാറ്റം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കാം. ജി ഡി പി ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി. ക്യാപിറ്റൽ ലെറ്ററിലുള്ള ജി ഡി പി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നോമിനൽ ജി ഡി പി എ ആണ്, പണാത്മക ജി ഡി പി എ ആണ്. അതേപോലെ സ്മോൾ ലെറ്ററിലുള്ള ജി ഡി പി റിയൽ ജി ഡി പി എ, യഥാർത്ഥ ജി ഡി പി എ ആണ് സൂചിപ്പിക്കുന്നത്. അത് മാറിപ്പോകരുത്. ഓക്കെ, ഇനി വിലയിലുള്ള മാറ്റം എങ്ങനെയാണ് ജി ഡി പി ഡീഫ്ലേറ്റർ പ്രകാരം കണ്ടെത്തുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം 2020 ഇതാണല്ലോ കറണ്ട് ഇയർ. എത്രയായിരുന്നു ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്? 110 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ് ഹാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ഓഫ് 2020 അല്ലേ? എത്രയായിരുന്നു കറണ്ട് പ്രൈസ്? 30 രൂപ. അപ്പോൾ നമ്മുടെ നോമിനൽ ജി ഡി പി നമുക്ക് എത്ര കിട്ടിയിരുന്നു? 3300 റുപ്പീസ് അല്ലേ? കറണ്ട് ക്വാണ്ടിറ്റിയെ കറണ്ട് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നോമിനൽ ജി ഡി പി കിട്ടും. ഓക്കെ ആണല്ലോ? എങ്കിൽ ഇവിടെ നോമിനൽ ജി ഡി പിയുടെ സ്ഥാനത്ത് നമുക്ക് 3300 എന്ന് എഴുതാം. ഇനി 2020 യഥാർത്ഥ ജി ഡി പി കണ്ടെത്തണം. എങ്ങനെയായിരുന്നു? എത്രയായിരുന്നു കറണ്ട് ഔട്ട്പുട്ട്? 110 പാക്കറ്റ് ഓഫ് ബ്രെഡ് അല്ലേ? 110 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ് ഇൻടു ഏത് വിലയാണ്? ബേസ് ഇയർ പ്രൈസ്. എത്രയായിരുന്നു ബേസ് ഇയറിലെ പ്രൈസ്? 15 റുപ്പീസ് അല്ലേ? സോ ദ റിയൽ ജി ഡി പി ഇൻ ദ ഇയർ 2020 is equal to 1650 rupees. Okay. So, real GDP ഇവിടെ 1650 ആണ്. That is equal to 2. എത്രയാണ്? 2 ആണ്. ശരിയല്ലേ?
ഇനി GDP ഡീഫ്ലേറ്റർ ചിലപ്പോഴൊക്കെ പേഴ്സൻറ്റേജിലാണ് പറയുക. ഇനി നമുക്കിതിനെ ഒന്ന് പേഴ്സൻറ്റേജ് ആക്കി നോക്കാം. അപ്പം GDP ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. പേഴ്സൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? എങ്കിൽ ഇവിടെ 2നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കെന്ത് കിട്ടും? പേഴ്സൻറ്റേജ് ചേഞ്ച് കിട്ടും അല്ലേ? എത്രയാണ്? 200. ഇത്രയും മാറിയിട്ടുണ്ട്, 200% മാറിയിട്ടുണ്ട്. വിലയിലെ മാറ്റം ഇവിടെ എത്രയാണ്? 200% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില എത്രയായിട്ടുണ്ട്? ഇരട്ടിയായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വില എത്രയായിരുന്നു? 30 2020 എത്രയായിരുന്നു? 19 15. 15ൻ്റെ ഇരട്ടിയാണ് 30. എങ്കിൽ വിലയിലുള്ള മാറ്റം ഇവിടെ എത്രയാണ്? 200% ഓക്കെ, ഇവിടെ നമുക്ക് നോമിനൽ GDPയും റിയൽ GDPയും ഒരേ സംഖ്യ തന്നെയാണ് കിട്ടിയതെങ്കിൽ അവിടെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ ഇല്ലേ? എങ്കിൽ നമുക്ക് കിട്ടെത്രയാണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യയാണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 × 100 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടുക? 100 ആണ് കിട്ടുക അല്ലേ? അപ്പം 100ൻ്റെ മുകളിലോട്ട് വരികയാണെങ്കിൽ വില വർദ്ധിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 100ൻ്റെ താഴോട്ടാണ് നമുക്ക് കിട്ടുന്ന ഉത്തരമെങ്കിൽ വില കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം പരീക്ഷയ്ക്ക് ഒരു പക്ഷേ GDP ഡീഫ്ലേറ്റർ കാണാനായിട്ട് ചോദിച്ചേക്കാം. 2-3 മാർക്കിനൊക്കെ ഒരു സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് ഇത്. GDP ഡീഫ്ലേറ്റർ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രൈസ് ഇൻഡെക്സ് ആണ്. GDP ഡീഫ്ലേറ്റർ കണ്ടതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ GNP ഡീഫ്ലേറ്ററും കാണാം. എന്താ GNP ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GNP ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ GNP, അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ GNP ഡിവൈഡഡ് ബൈ റിയൽ GNP അല്ലേ? സ്മോൾ ലെറ്ററിലുള്ള GNP എന്തിനാണ് കാണിക്കുന്നത്? റിയൽ GNP ആണ് കാണിക്കുന്നത്. പേഴ്സൻറ്റേജിൽ പറയണമെങ്കിൽ ഇൻറ്റു 100 അല്ലേ? അപ്പം GNP ഡീഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു നോമിനൽ GNP ഡിവൈഡഡ് ബൈ റിയൽ GNP ഇൻറ്റു 100. ഓക്കെ, ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രൈസ് ഇൻഡെക്സ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിരുന്നു. അതായിരുന്നു എന്ത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലേ? CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇത് പ്രകാരവും നമുക്ക് വിലയിലുള്ള മാറ്റം കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പഠിച്ചിരുന്നു, WPI. ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, ഇത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. നമ്മൾ മൊത്തത്തിൽ വാങ്ങുമ്പോൾ സാധനങ്ങളുടെ വില മറ്റൊന്നായിരിക്കും ഇല്ലേ? നമ്മൾ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിക്കുന്നതെങ്കിൽ, നമ്മൾ റീറ്റെയിലായിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിന് മറ്റൊരു വിലയായിരിക്കും. അങ്ങനെ നമുക്ക് 2 തരത്തിലുള്ള വില സൂചികകൾ ലഭിക്കുന്നുണ്ട്. ഒന്നെന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, അടുത്തതെന്താണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ GDP ഡീഫ്ലേറ്ററും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാണുന്നത് പലപ്പോഴും ഒരു കൺസ്യൂമർ സ്ഥിരമായി വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങളെ മാത്രമേ ഇവിടെ പരിഗണിക്കാറുള്ളൂ. എല്ലാ വസ്തുക്കളെയും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പരിഗണിക്കുന്നില്ല. എന്നാൽ GDP ഡീഫ്ലേറ്റർ എല്ലാ വസ്തുക്കളെയും പരിഗണിച്ചിരിക്കും. അതാണ് ഇവ തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ്. അടുത്തൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഒരു പക്ഷേ ഇറക്കുമതി ചെയ്ത സാധനങ്ങളൊക്കെ അതിൻ്റെ കണക്കെടുപ്പിൽ വരും. എന്നാൽ GDP ഡീഫ്ലേറ്ററിൽ ഇറക്കുമതി ചെയ്ത ഒരു സാധനവും അതിൻ്റെ പരിധിയിൽ വരില്ല. ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ എല്ലായ്പ്പോഴും ഒരേ വെയിറ്റാണ് കൊടുക്കുന്നത്, ഒരേ ഭാരമാണ് കൽപ്പിച്ച് നൽകുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. വെയ്റ്റഡ് പ്രൈസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇവിടെ ഞാനത് പറയണില്ല. എന്നാൽ GDP ഡീഫ്ലേറ്റർ കണക്കാക്കുമ്പോൾ ഓരോ വർഷത്തിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ തോതനുസരിച്ചിട്ട്, പ്രൊഡക്ഷൻ്റെ ലെവൽ അനുസരിച്ചിട്ട് അതിൻ്റെ വെയിറ്റും
മാറ്റി മാറ്റി നൽകുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള 3 വ്യത്യാസങ്ങളാണ് GDP ഡിഫ്ലേറ്ററും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും തമ്മിലുള്ളത്. ഓക്കെ, അതും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ പാഠത്തിലെ ഏറ്റവും അവസാന ഭാഗം GDP ആൻഡ് വെൽഫെയർ. GDP ആൻഡ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ഒരു രാജ്യത്തിൻ്റെ GDPയും അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമവും. പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ അവർ നേടിയെടുത്തിട്ടുള്ള GDPയെ വിലയിരുത്തിക്കൊണ്ടാണ് അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമം നമ്മൾ വിലയിരുത്താറുള്ളത്, അല്ലേ? ഒരു രാജ്യത്തിൻ്റെ GDP വളരെ കൂടുതലാണ് എങ്കിൽ അവിടെയുള്ള ജനത ഒരുപാട് ക്ഷേമം അനുഭവിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും, അല്ലേ? ഓഫൺ GDP ഈസ് കൺസിഡേർഡ് ആസ് ദ വെൽഫെയർ ഇൻഡെക്സ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തെ അളക്കാനുള്ള ഒരു അളവുകോലായിട്ട് പലപ്പോഴും നമ്മൾ കണക്കാക്കാറുള്ളത്, കാണാറുള്ളത് GDPയെയാണ്, അല്ലേ? എന്നാൽ എല്ലായ്പ്പോഴും GDP നോക്കിക്കൊണ്ട് മാത്രം നമുക്ക് ജനതയുടെ ക്ഷേമത്തെ അളക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, പലപ്പോഴും GDP വളരെ ഉയർന്ന ഒരു രാജ്യത്ത് അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ ക്ഷേമമുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയ ഉദാഹരണം നോക്കുക. 2019 ഉദാഹരണമായിട്ട് ഒരു രാജ്യത്ത് 100 പേരുണ്ടായിരുന്നു. അവരൊക്കെ 10 രൂപ വീതം വരുമാനം നേടുന്നുണ്ട് എന്ന് സങ്കല്പിച്ചോളൂ. 2019 ഒരു രാജ്യത്ത് 100 പേരേ ഉള്ളൂ. അവർക്ക് 10 രൂപ വീതം വെച്ചിട്ട് വരുമാനം ലഭിക്കുന്നുണ്ട് എങ്കിൽ അവിടെയുള്ള GDP എത്രയായിരിക്കും? 1000 രൂപയായിരിക്കും, ആണല്ലോ. ഇനി വർഷം 2020 ഇവിടെ നോക്കിക്കോളൂ. 90 ആളുകൾക്ക് 9 രൂപ വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. 2020 90 ആളുകൾക്ക് 9 രൂപ വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. 10 ആളുകൾക്ക് 20 രൂപ വെച്ച് വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് വെച്ചോളൂ. എങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ 9 × 0 0, 9 9 81, 810 രൂപ ആണ് 90 ആൾക്കാർക്ക് ലഭിക്കുന്ന മൊത്തം വരുമാനം, ഇൻകം, അല്ലേ? 10 പേർക്ക് 20 രൂപ വെച്ച് എത്ര കിട്ടുന്നുണ്ട്? പ്ലസ് 200 ലഭിക്കുന്നുണ്ട്. അപ്പോൾ 810 കൂട്ടണം 200 ഈസിക്കൽ എത്രയാണ്? 1010 രൂപ. ഈ 1010 രൂപയാണ് 2020 GDP, ഇല്ലേ? ഇനി നോക്കുക, ഇവിടെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെൽഫെയർ ജനങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റിയത്? 2019 ഇവിടെയുള്ള 100% ആളുകൾക്കും 10 രൂപ വെച്ചിട്ട് വരുമാനം ലഭിച്ചിരുന്നു. അതിൻ്റേതായ ക്ഷേമം അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇവിടെ 2020 ആയപ്പോൾ 90% ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്നത് 9 രൂപ മാത്രമാണ്. ഇവിടെ എല്ലാവർക്കും എത്ര രൂപ ലഭിച്ചിരുന്നു? 10 രൂപ ലഭിച്ചിരുന്നപ്പോൾ ഇവിടെ എത്രയേ ലഭിക്കുന്നുള്ളൂ? 90% ആളുകൾക്കും 9 രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്തായിട്ടുണ്ട്? GDP വർദ്ധിച്ചിട്ടുണ്ട് 2020. ഇവിടെയുള്ള കേവലം 10% ആളുകൾ മാത്രമാണ് GDPയിലുള്ള വർധനവിൻ്റെ ക്ഷേമം, ഐശ്വര്യം അനുഭവിക്കുന്നത്, ഇല്ലേ? 20 രൂപ അവർക്ക് 10% പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എങ്കിൽ ഇവിടെ GDP വർദ്ധിച്ചത് കൊണ്ട് ഒരു രാജ്യത്തെ ജനതയ്ക്ക് ക്ഷേമമുണ്ടാകുന്നുണ്ട്, വെൽഫെയർ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് GDP ജനങ്ങളുടെ ക്ഷേമം അളക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇൻഡെക്സ് അല്ല എന്ന് സാരം. ഈ ഒരു ഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. GDPയെ നമുക്ക് ഒരു ജനതയുടെ ക്ഷേമം അളക്കുന്നതിനുള്ള സൂചകമായിട്ട് പരിഗണിക്കാനായിട്ട് പലപ്പോഴും പറ്റില്ല. രണ്ടാമത്തെ കാരണം, ദ സെക്കൻഡ് റീസൺ ഈസ് ദാറ്റ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് അഥവാ പണ ഇതര ഇടപാടുകൾ. മെനി ആക്ടിവിറ്റീസ് ഇൻ എൻ ഇക്കോണമി ആർ നോട്ട് ഇവാലുവേറ്റഡ് ഇൻ മോണിറ്ററി ടേംസ്. പലപ്പോഴും ഒരു രാജ്യത്ത് നടക്കുന്ന പല പ്രവർത്തനങ്ങളും പണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യാറുള്ളത്. ഇങ്ങനെ പണത്തിന് വേണ്ടി ചെയ്യാത്ത പ്രവർത്തനങ്ങളൊന്നും തന്നെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാന കണക്കെടുപ്പിൽ GDPയുടെ കണക്കിൽ പെടുന്നതേയില്ല. ഉദാഹരണമായിട്ട് ഒരു വീട്ടമ്മയുടെ കാര്യം നമുക്ക് എടുക്കാം. ഒരു വീട്ടമ്മ രാവിലെ തൊട്ട് രാത്രി വരെ ഒരുപാട് സേവനങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. വീട്ടമ്മയുടെ സേവനം കൊണ്ട് ഒരുപാട് വീട്ടുകാർക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ക്ഷേമം അവർ അനുഭവിച്ചിട്ടുണ്ട്.
പക്ഷേ ഇതൊന്നും തന്നെ അവർ പണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ സേവനം നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ GDP-യുടെ കണക്കിൽ ഉൾപ്പെടുന്നില്ല. ഇത് ശരിയാണോ? ഇത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് GDP-യെ നമുക്ക് ഒരു ജനതയുടെ വെൽഫെയർ അളക്കുന്നതിനുള്ള അളവുകോലായിട്ട് സൂചകമായിട്ട് പരിഗണിക്കാനായിട്ട് പറ്റില്ല. മാത്രമല്ല, ചില അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ വളരെ ഉൾനാടുകളിലൊക്കെ തന്നെ പലപ്പോഴും ബാർട്ടർ സിസ്റ്റം നടക്കുന്നതായി കാണാനായിട്ട് പറ്റും. ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് മറ്റൊരു സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുന്ന സിസ്റ്റം ഇപ്പോഴും പലതരത്തിലുള്ള ഉൾനാടുകളിലും നടക്കുന്നുണ്ട്. ഇവയൊന്നും തന്നെ പണത്തിൽ കൂടെയല്ല എക്സ്ചേഞ്ച് നടക്കുന്നത്. സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് മറ്റൊരു സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളൊന്നും തന്നെ നമ്മുടെ GDP-യിൽ ഉൾപ്പെടുന്നില്ല. ഇതൊക്കെ ഈ രാജ്യത്ത് ഈ വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഇതൊക്കെ നമ്മുടെ GDP-യിൽ ഉൾപ്പെടണമായിരുന്നു. പക്ഷേ പണത്തിൽ കൂടെയല്ല ഈ ഇടപാടുകളൊക്കെ നടന്നത് എന്നതുകൊണ്ട് മാത്രം ഇതൊന്നും തന്നെ നമ്മുടെ GDP-യുടെ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. എങ്കിൽ നമുക്ക് തീർച്ചയായും പറഞ്ഞൂടെ, GDP ഒരു രാജ്യത്തിൻ്റെ ജനതയുടെ ക്ഷേമത്തെ അളക്കാനായിട്ട് പറ്റിയ നല്ല ഒരു സൂചകമല്ല, അല്ലേ? ഇനി മൂന്നാമതായിട്ട് അവസാനമായിട്ട് പറയുകയാണ്, ദ തേർഡ് റീസൺ എന്താണെന്ന് നോക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണാലിറ്റീസ്, ബാഹ്യഫലങ്ങൾ. ഇത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഉദാഹരണമായിട്ട് ഒരു പുഴയും അതിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളുകളും. പലപ്പോഴും പുഴയുടെ സമീപത്ത് താമസിക്കുന്ന ആളുകൾ അവരുടെ ഉപജീവന മാർഗം പുഴയിൽ നിന്നും മത്സ്യം പിടിച്ചുകൊണ്ട് വിറ്റുകൊണ്ട് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പുഴയുടെ അരികിൽ ഒരു ഓയിൽ റിഫൈനറി വന്നു എന്ന് വിചാരിക്കുക. എണ്ണ ശുദ്ധീകരണശാല അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഇവർ ക്രൂഡ് ഓയിൽ ഒരു റിഫൈൻഡ് ഓയിലാക്കി മാറ്റുകയാണ്. ഈ ഒരു ഉൽപാദന പ്രക്രിയയിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളും അവർ പുഴയിലേക്ക് തള്ളുന്നുണ്ട്. ഇങ്ങനെ കാലക്രമേണ പുഴ കംപ്ലീറ്റ് പൊല്യൂട്ടഡ് ആവും, മലിനമാകും. മാലിന്യം ഒരു പരിധിയിൽ കൂടുതലായിട്ട് മാറുമ്പോൾ പുഴയിലെ മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപൊന്തും. ഇതോടുകൂടിയിട്ട് മത്സ്യം ഉപജീവന മാർഗമായിട്ട് കണ്ടിരുന്ന, മത്സ്യം പിടിച്ചുകൊണ്ട് ഉപജീവനം നയിച്ചിരുന്ന പല ആളുകൾക്കും മത്സ്യം ലഭിക്കാതെയാവും. അവരുടെ ജീവിതമാർഗം വഴിമുട്ടും. അവരനുഭവിച്ചിരുന്ന ക്ഷേമം അവർക്ക് നഷ്ടപ്പെടും, ഇല്ലേ? പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന എക്സ്റ്റേണാലിറ്റി നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. ഇവിടെ ജനതയ്ക്കുണ്ടായിട്ടുള്ള, അവരുടെ ക്ഷേമത്തിനുണ്ടായിട്ടുള്ള മാറ്റം, കുറവ്, ഇതൊന്നും ദേശീയ വരുമാനം വിലയിരുത്തുന്നതേയില്ല. നേരെ തിരിച്ചുണ്ടാവും. ചിലപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമുണ്ടാവുന്ന, അവർക്ക് കൂടുതലായിട്ട് ക്ഷേമം അനുഭവിക്കാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങൾ ഇക്കോണമിയിൽ ഉണ്ടായേക്കാം. അതും ദേശീയ വരുമാനത്തിൻ്റെ GDP-യുടെ കണക്കിൽ ഉൾപ്പെടാറില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം അളക്കാനുള്ള ഉത്തമമായിട്ടുള്ള ഒരു അളവുകോലാണ്, ഒരു ഇൻഡെക്സാണ് GDP എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, ഈ 3 പോയിന്റുകളും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന പാഠം ഇതോടുകൂടിയിട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞു. എൻ്റെ ഈ ക്ലാസ് കണ്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന കുട്ടികൾക്കൊക്കെ ഈ ക്ലാസ് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മളുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ. നമുക്ക് വീണ്ടും ഉടനെ അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.